ആറളത്തെ അനധികൃത മരം മുറിക്കൽ വാർത്തയിലേക്ക്. ആനമതിൽ നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃതമായി മരം മുറിച്ചു എന്നാണ് പരാതി. വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയിൽ പുനരധിവാസ മേഖലയിലെ മരം മുറിക്കാനായിരുന്നു അനുമതി. എന്നാൽ വന്യജീവി സങ്കേതത്തിനകത്തെ മരങ്ങളും മുറിച്ചു എന്നാണ് പരാതി. ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിഎഫ്ഒയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, അനധികൃത മരം മുറിക്കൽ പലയിടങ്ങളിലും ഉണ്ടാകുന്നു എന്ന് റിപ്പോർട്ട് വരുമ്പോൾ ആറളത്ത് സംഭവിച്ചത് എന്താണ്? അനുജ, ആറളം പുനരധിവാസ മേഖലയെയും ആറളം വന്യജീവി സങ്കേതത്തെയും വേർതിരിച്ച് ആനമതിൽ നിർമ്മിക്കുന്ന പദ്ധതി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതും ടെൻഡറിലേക്ക് കടന്നതുമാണ്. ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാനക്കരയിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞ പശ്ചാത്തലത്തിലാണ് ആനമതിൽ പദ്ധതി പ്രഖ്യാപിച്ചത്. 10.5 കിലോമീറ്റർ ദൂരത്തിലാണ് ആനമതിൽ. അതിന്റെ ആദ്യ റേറ്റ് 2.5 കിലോമീറ്റർ ആണ്. ഈ ഭാഗത്ത് ആനമതിൽ നിർമ്മാണത്തിന് വേണ്ടി നേരത്തെ സർവേ നടത്തി മുറിക്കേണ്ട മരങ്ങൾ അടയാളപ്പെടുത്തിയിരുന്നു. ഈ മരങ്ങളെല്ലാം പുനരധിവാസ മേഖലയിൽ ഉൾപ്പെട്ടതാണ്. പക്ഷേ ഇതിൽ സംഭവിച്ചത് സർവേ നടത്തി അടയാളപ്പെടുത്തിയ ലിസ്റ്റിന് പുറത്തുള്ള മരങ്ങളും മുറിച്ചു എന്ന് മാത്രമല്ല, പുനരധിവാസ മേഖലയുടെ അതിർത്തി പിന്നിട്ട് ആറളം വന്യജീവി സങ്കേതത്തിനകത്തു നിന്നും മരങ്ങൾ മുറിച്ചു എന്നതാണ് പരാതിയും പ്രാഥമികമായ കണ്ടെത്തലും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരാതി സുഗന്ധഗിരി മരം മുറി വലിയ തോതിൽ വിവാദമായതിന് പിന്നാലെ നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ച പരാതിയിൽ പൊടുന്നനെ അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിഎഫ്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് പരിശോധന നടത്തുകയും മുറിച്ച മരങ്ങളുടെ കണക്കെടുപ്പ് മാസങ്ങൾക്ക് ശേഷം ആരംഭിച്ചു എന്നതും ശ്രദ്ധേയമാണ്. അതായത് ഇക്കാര്യത്തിൽ സർവത്ര ക്രമക്കേടും ആശയക്കുഴപ്പവും ഉണ്ട്, അല്ലെങ്കിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഇതിൽ എത്ര മരങ്ങൾ മുറിച്ചു, ഏത് സ്ഥലത്ത് സർവേയിൽ അടയാളപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിലൊക്കെ സർവത്ര അവ്യക്തതയും നിലനിൽക്കുന്നു. ഇക്കാര്യത്തിൽ ഡിഎഫ്ഒ ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിഎഫ്ഒ അജിത് കെ രാമൻ വിശദീകരിക്കുന്നത് കോഴിക്കോട് മിനി സർവേ വിഭാഗത്തോട് ഈ അതിർത്തി സംബന്ധിച്ചുള്ള സർവേ പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ വന്യജീവി സങ്കേതത്തിനകത്തെ മരം മുറിച്ചോ എന്ന കാര്യത്തിൽ അവ്യക്തത നീക്കാനാകും എന്നതൊക്കെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ നരിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പ്രാഥമികമായി തന്നെ അനധികൃതമായി മരം മുറി നടന്നു എന്നതാണ് കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലേക്ക് ഈ വിവാദമായതിനു പിന്നാലെ കടക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ആറളത്തെ അനധികൃത മരം മുറിക്കലിന്റെ വിവരങ്ങളാണ് സജോ ദേവസ്യ നൽകിയത്.